നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ മേഴ്സിക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ട്രോസ്റ്റൻ വീരമരണമായി പൂറുണ്ട മുഖത്ത് നന്നായിട്ട് അടികിട്ടിയത് കാരണം കൊണ്ട് അവൾക്കിപ്പോൾ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കാത്തഗട്ടിലേക്ക് ഹർബാർഡ് എന്ന് പറയുന്ന ഒരാൾ വന്നില്ലേ, അദ്ദേഹം ആരാണ് എന്താണെന്ന് പറഞ്ഞ് സീറിനോട് പോയിട്ട് സിഗി പോയി ചോദിക്കും. അപ്പോൾ സീർ എനിക്കറിയില്ല എന്ന് പറയും. ഇവിടെ വെച്ച് കഴിഞ്ഞ എപ്പിസോഡ് കഴിയുന്നു. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് 4 സ്റ്റാർട്ട്. തുടക്കത്തിൽ തന്നെ കാത്തഗട്ടിലുള്ള ഐവർ പിന്നെയും നന്നായിട്ട് ഇങ്ങനെ അലറി കരയാൻ തുടങ്ങും. ക്യൂൻ ആസ്ലോഗ് അവനെ ഇങ്ങനെ സമാധാനപ്പെടുത്താനായിട്ട് നോക്കും, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ അവിടേക്ക് ഹാർബാർഡ് വരും. വന്നിട്ട് ഐവർ, ഞാൻ നിൻ്റെ വേദനകളെല്ലാം എടുത്തിരിക്കുന്നു, ഇനി നിനക്ക് വേദനകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ത്രം പോലെ പറഞ്ഞതും ഐവർ ഇങ്ങനെ അലറി കരയുന്നത് നിർത്തിയിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങും. ഇത് കാണുന്ന അവിടെയുള്ള എല്ലാവർക്കും ഒരേ ഞെട്ടൽ. എന്നിട്ട് ഹാർബാർഡ് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സിഗി, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തൊരു ശക്തിയുണ്ട്? നിങ്ങൾ ദൈവമാണോ? അപ്പ ഹർബാർഡ്, എനിക്കും ഞാനൊരു ദൈവമാവണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ആരാണ് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഹർബാർഡ് അങ്ങനെ പോവും. ഇവിടെ റാഗ്നറിൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരും പിന്നെ അവർ കൂടാരം അടിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇവരിപ്പോൾ മേഴ്സിക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ചിരിക്കുകയാണ്. നടന്ന യുദ്ധത്തിൽ പൂറുണ്ട് മുഖത്തിൻ്റെ പകുതി പോയല്ലോ. ബിയാൻ ഇങ്ങനെ അവളുടെ അടുത്ത് പോയിട്ട് അവളെങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടുത്ത് നിന്നിരുന്ന് ഇങ്ങനെ നോക്കും. ഇപ്പോൾ ലോർഡ് ആത്തൽവുൾഫ് ഫ്ലോക്കിയും റോളോയും കൂടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരും. വന്നിട്ട് പറയും, നമുക്ക് സുഹൃത്തുക്കളാവാം, ഇനി മുതൽ നമ്മുടെ ഇടയിൽ ശത്രുതയില്ല, നമ്മൾ സുഹൃത്തുക്കളാണ്, എൻ്റെ മനസ്സ് മാറി, നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്തു, നമ്മൾ ഒരുമിച്ച് വിജയിച്ചു. അപ്പോൾ റോളോയും, അതേ സുഹൃത്തെ, നമ്മൾ ഒരുമിച്ച് പൊരുതി, നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ആത്തൽവുൾഫിനെ റോളോ സുഹൃത്തായിട്ട് അംഗീകരിക്കും. പക്ഷേ ഫ്ലോക്കി ഇങ്ങനെ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആത്തൽവുൾഫ് അങ്ങനെ പോകും. ആത്തൽവുൾഫ് പോയതും ഫ്ലോക്കി, ഇതിൽ കൂടുതൽ ഇനി തെളിവ് വേണമെന്നില്ല. യോദ്ധാവായ റോളോ, ചുറ്റികയിൽ നിന്ന് കുരിശിലേക്ക്, നിന്റെ ആത്മാവ് എവിടെ? നിന്റെ വിശ്വാസം എവിടെ? അപ്പ റോളോ, ഫ്ലോക്കി, അത് വിട്ടുകള, ഇത് ഭാവിക്ക് വേണ്ടിയാണ്. എല്ലാവരോടും നമുക്ക് യുദ്ധം ചെയ്യാനായിട്ട് പറ്റില്ല. അല്പം സഹകരണ മനോഭാവമൊക്കെ വേണം. ദൈവങ്ങൾക്കിടയിൽ പോലും നമുക്കത് ആവശ്യമാണ്. എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഫ്ലോക്കി, കൊള്ളാം കൊള്ളാം, ക്രിസ്ത്യാനികളുടെ കൈവിഷം നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. നീ പറയും ഇതെല്ലാം വെറുമൊരു തമാശയാണെന്ന്, നീ ഇതിനെ ഗൗരവമായി കാണുന്നതുവരെ. അപ്പോൾ ഇത് വെറുമൊരു വിഡ്ഢിത്തരമാണ്. നിനക്ക് നല്ലതുപോലെ തന്നെ അറിയാമല്ലോ അല്ലേ? നിനക്ക് മനസ്സിലാവും അന്ന് അവർ നിനക്ക് തന്നത് മുഴുവൻ കൈവിഷമായിരുന്നു എന്ന്. നീയാണ് ശരിക്കും വിഡ്ഢിത്തരം റോളോ എന്ന് പറഞ്ഞിട്ട് ഫ്ലോക്കി അങ്ങനെ എണീറ്റ് പോകും. നടന്ന മേഴ്സിക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ റാഗ്നറിൻ്റെ വയറിൽ ചെറുതായിട്ട് മുറിവായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് റാഗ്നർ മാത്രം ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കൊന്തനത്ത് വരും. അപ്പോൾ റാഗ്നർ അവളോട്, നിന്റെ സഹോദരൻ ദുർബലനാണ്, ഒരു കളിപ്പാവ പോലെ. അപ്പോൾ കൊന്തനത്ത്, റാഗ്നർ എഗ്ബത്തിനെ പറ്റി നിന്റെ വിചാരം എന്താണ്? നീ അയാളെ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് വിശ്വസിക്കരുത് എന്നാണോ? അയാൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ മേലെയും മേഴ്സിയുടെ മേലെയും അധികാരം സ്ഥാപിക്കണമെന്നാണ് അയാളുടെ ശ്രമം. ഞാൻ യുദ്ധം ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയല്ല, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പിന്നെ നിനക്ക് വേണ്ടിയും എന്ന് പറഞ്ഞ് റാഗ്നറും കുന്തനത്തുമായിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആവും. എവിടെ കാത്തഗട്ടിൽ ക്യൂൻ ആസ്ലോഗ് ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സിഗി, എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. പുറത്തേക്ക്. എവിടേക്ക്? പുറത്തേക്ക്. ആരോടൊപ്പമാണ് പോകുന്നത്? അത് നീ അറിയേണ്ട കാര്യമില്ല. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ എവിടേക്ക് വിട്ടിട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് അറിയണം. നീ ഉള്ളപ്പോൾ അവരെവിടെ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. അപ്പോൾ സിഗി, നീ ഹർബാർഡിനോടൊപ്പമാണ് പോകുന്നത്? അത് നീ അറിയേണ്ട കാര്യമില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സിഗി, പോണ്ട പോണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തടുക്കും. ഈ കുട്ടികളുടെ കാര്യമല്ല, നിനക്കിവിടെ വേറെയും ഉത്തരവാദിത്തമുണ്ട്. റാഗ്നർ ഈ നാടിനെ നിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടുക്കും. പക്ഷെ എന്ത് തന്നെ സിഗി ഇങ്ങനെ തടയുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആസ്ലോഗ്, ഞാൻ നിൻ്റെ ക്യൂനാണ് പറയുന്നത്, എന്നെ പിടിവിടാൻ എന്ന് പറഞ്ഞിട്ട് ക്യൂൻ ആസ്ലോഗ് അങ്ങനെ പോകും. ക്യൂൻ ആസ്ലോഗ് ഇപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഹർബാർഡിനെ കാണാനാണ് പോയിരിക്കുന്നത്. പിന്നെ ഹർബാർഡ് എപ്പോഴും അവൻ്റെ യാത്രകളെ പറ്റിയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യൂൻ ആസ്ലോഗിനെ ഒരു ചെറിയ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഹർബാർഡ് അവൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിക്കും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞതും ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. എവിടെ സിഗി ഗ്രേറ്റ് ഹാളിൽ വന്ന് ക്യൂനിൻ്റെ സിംഹാസനത്തിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കും. സിഗിക്ക് എപ്പോഴും ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, പഴയതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ തൻ്റെ അധികാരം നേടിയെടുക്കണം, പിന്നെയും പഴയതുപോലെ ഒരു ക്യൂനാവണം എന്ന് പറഞ്ഞ്. ഇവിടെ റാഗ്നർ, റോളോ, ഫ്ലോക്കി, പ്രിൻസസ് കൊന്തനത്ത്, ലോർഡ് ആത്തൽവുൾഫ് ഇവരെല്ലാവരും കൂടെ പിന്നെയും വെക്സസ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊന്തനത്തിൻ്റെ സഹോദരൻ പേടിച്ച് വിറച്ചിട്ട്, കിങ് എഗ്ബത്ത് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അയാൾ നിന്നെ ഒന്നും ചെയ്യില്ല, എന്നെ നോക്കാൻ റാഗ്നർ ഉള്ളതുപോലെ തന്നെ നിന്നെ നോക്കാൻ ഞാനുണ്ട്, പേടിക്കൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പിന്നെയും മേഴ്സിയെ ഭരിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തും. റാഗ്നർ ഇപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലോക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബിയാൻ ഇങ്ങനെ പുറൂൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലോക്കി ഇങ്ങനെ അടുത്ത് വരും. അപ്പം ബിയാൻ, ഇത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല. അപ്പോൾ ഫ്ലോക്കി, അതെ നീ പറഞ്ഞത് ശരിയാണ്, ഇത് മറ്റാരുടെയോ തെറ്റാണ്. ആരുടേതാണ്? അത് നിനക്കറിയില്ലേ? ബിയാൻ ആൻസെഡ്, ആരാണ് നമ്മുടെ ഇടയിലേക്ക് ക്രിസ്ത്യാനികളുടെ ദൈവങ്ങളെ കൊണ്ടുവന്നത്?
അപ്പോൾ റോളോ റാഗ്നറിനോട് ഫ്ലോക്കി പറയുന്നത് ക്രിസ്ത്യൻ ദൈവങ്ങൾക്കും കിങ് എഗ്ബത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ ദൈവങ്ങളെ ചതിച്ചത്രേ. അപ്പോൾ റാഗ്നർ, ഞാനൊരു കർഷകനായിരുന്നപ്പോഴും ഞാനൊരു ഏളായപ്പോഴും ഇപ്പോഴും ഞാനൊരു കിങ് ആണ്. ഇപ്പോഴും ഞാൻ എൻ്റെ നാടിന് വേണ്ടിയും എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മണ്ണിന് വേണ്ടിയും ഞാനൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട്. ആ ലക്ഷ്യം അനുസരിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്ലോക്കി എന്താണെന്ന് വെച്ചാൽ നിരന്തരം ദൈവങ്ങളുടെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വഴിയിൽ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്നാൽ ഞാൻ അതൊന്നും നോക്കില്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നതുപോലെ റാഗ്നർ പറയും. എവിടെ കിങ് എഗ്ബത്തും ലഗാത്തിയും പിന്നെ ഇങ്ങനെ റൊമാൻറ്റിക് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കിങ് എഗ്ബത്ത് ലഗാത്തിയോട് ചോദിക്കും, നിനക്ക് നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ എപ്പോഴും നിന്നൂടെ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ലഗാത്ത, ഞാനൊരു ഏളാണ്, എനിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ, എൻ്റെ ജനങ്ങൾ എനിക്കായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പറയും. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇതേ സമയത്ത് ഇവിടെ ആത്തലസ്റ്റിനും ജൂഡിറ്റും കൂടി ഇങ്ങനെ റൊമാൻറ്റിക് ആവാം. എന്നിട്ട് ജൂഡിറ്റ് ചോദിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെ, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് വെക്സസിലേക്ക് മേഴ്സിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോയ എല്ലാവരും തിരിച്ചു വരും. അവിടെ കിങ് ഏലയുണ്ട്, ലോർഡ് ആത്തൽവുൾഫ് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ കിങ് എഗ്ബത്ത്, എൻ്റെ മോനെ, ഒരച്ഛനും ഇതിൽ കൂടുതൽ അഭിമാനം തോന്നുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കും. നിന്റെ ഭാര്യ നിനക്കായി കാത്തിരിക്കുകയാണ്, സങ്കടം നിരന്തരം സഹിക്കാൻ വയ്യാതെ നിരന്തരം ഇത്രയും ദിവസമായി അവൾ വീരവേദനകൾ അനുഭവിച്ചു കഴിഞ്ഞു. നിന്റെ സുരക്ഷിതമായിട്ടുള്ള വരവിനായി നിരന്തരം ചർച്ചിൽ പോയി നിനക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ എന്ന് പറയും. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ ജൂഡിറ്റ് എന്തിനാണ് ചർച്ചിൽ പോകുന്നത് എന്നൊക്കെ. ഇപ്പോൾ പ്രിൻസസ് കൊന്തനത്തെ കിങ് എഗ്ബത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് അവളുടെ സഹോദരൻ ബെർഹൽഡിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. ഇതാണ് എൻ്റെ ചെറിയ സഹോദരൻ, നമുക്കെതിരായി നടന്ന പടയൊരുക്കം ഇവൻ്റെ തീരുമാനമല്ല. അപ്പ കിങ് എഗ്ബത്ത്, നിങ്ങളെ ഞാൻ വെക്സസിലേക്ക് സ്വാഗതം ചെയ്യുന്നു, മേഴ്സിയുടെ ഭാവിക്കായിട്ടുള്ള ഈ ആഘോഷത്തിൽ നിങ്ങളും പങ്കുചേരൂ എന്ന് പറയും. ഇപ്പോൾ റാഗ്നർ ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് കിങ് എഗ്ബത്തിനോട്, ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഉമ്മ വെച്ചില്ല, നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല റാഗ്നർ ലോത്ബ്രോക്ക്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങളും ഞാനും തുല്യരാണ്. ശരി, ഭൂമി കൈമാറ്റം എന്തായി? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുന്നതിനേക്കാൾ നല്ലത് ഏൾ ഇൻസ്റ്റന്റ് പറയുന്നതാണ്. ഇപ്പോൾ റാഗ്നർ ലഗാത്തയുടെ അടുത്ത് പോയിട്ട് കരാറിൻ്റെ കാര്യം എന്തായി? നന്നായിരുന്നു, ആദ്യ വിളയിറക്കി കിങ് എഗ്ബത്ത് പുതിയൊരു കലപ്പ തന്നിരുന്നു, വേണ്ട സുരക്ഷകളും സൗകര്യങ്ങളും. എന്നിട്ട് നീ അയാളെ വിശ്വസിച്ചോ? അതെ. അതായത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ധാരണ ബന്ധത്തിൽ എത്തിയിരിക്കുന്നു എന്നല്ലേ? അതെ, എല്ലാവരുടെയും നല്ലതിനു വേണ്ടി. അപ്പം ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ത്യാഗമാണെന്നല്ലേ? അപ്പലകാത്ത, അതെ, നിങ്ങളെയും കുന്തനത്തിനെയും പോലെ തന്നെ റാഗ്നർ എന്ന് പറയും. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അടുത്ത് എന്തൊരു വലിയൊരു പദ്ധതി ഉണ്ടെന്ന് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പം മേഴ്സി പിടിച്ചടക്കിയ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ നന്നായിട്ട് ആഘോഷിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റാഗ്നർ ഇങ്ങനെ പോകുമ്പോൾ ലോർഡ് ആത്തൽവുൾഫ്, ഹേ സഹോദര എന്ന് പറഞ്ഞ് റാഗ്നറിനെ വിളിച്ചതും അപ്പോൾ തന്നെ റാഗ്നർ, എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് റാഗ്നർ അങ്ങനെ പോവും. ഇവിടെ ബിയാൻ ഇങ്ങനെ വന്നത് ലഗാത്ത, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ മോനെ, എവിടെ പൂർവ്വൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പോൾ ബിയാൻ, അവൾ ഇതുപോലെ ചികിത്സയിലാണ്, യുദ്ധത്തിന് പോയപ്പോൾ അവൾക്ക് ഇതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പറയും. എവിടെ കിങ് ഏല തൻ്റെ മോള് ജൂഡിറ്റിനോട്, നിനക്കെന്താണ് സന്തോഷം തോന്നാത്തത്? നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു അപകടവും കൂടാതെ തിരിച്ചു വന്നിരിക്കുന്നു, എന്നിട്ട് നീ ദുഃഖിതയായി നിൽക്കുന്നു. അപ്പോൾ ജൂഡിറ്റ്, ആത്തൽവുൾഫ് തിരിച്ചു വന്നതിൽ ഞാൻ സന്തോഷവതിയാണ് അച്ഛാ. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ സന്തോഷം പുറത്ത് കാണിക്കും. വെക്സസുമായിട്ടുള്ള ഈ സഖ്യത്തിൻ്റെ വിജയം നിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നിൻ്റെ വയറിൽ ഒരു കുഞ്ഞുണ്ട്, ഇനിയും കുറേ കുഞ്ഞുങ്ങളെയൊക്കെ നീ പ്രസവിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പറയും. അങ്ങനെ ചെയ്താൽ മാത്രമേ കിങ് ഏലയുടെ അധികാരം ഇംഗ്ലണ്ടിൽ നല്ല ബലമാവുള്ളൂ, അതുപോലെ തന്നെ കിങ് എഗ്ബത്തായിട്ടുള്ള ബന്ധവും നല്ല ശക്തമാവുള്ളൂ. പക്ഷേ ജൂഡിറ്റ് ലോർഡ് ആത്തൽവുൾഫിൻ്റെ കൂടെ നല്ല വിശ്വാസത്തോടു കൂടി ഇരിക്കുമെന്ന് വിചാരിച്ചാൽ ആത്തലിസ്റ്റിൻ്റെ കൂടെ അവഹിതത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബിയാൻ പൂർവ്വം ഇങ്ങനെ ചികിത്സകളൊക്കെ കൊടുക്കുന്ന അവിടേക്ക് പോകും. അപ്പോൾ അവൾ ബിയാനെ നോക്കിയിട്ട്, എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ബിയാൻ ഇങ്ങനെ നല്ല സങ്കടത്തിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. എന്താണ്, എന്നോടൊന്നും പറയാനില്ലേ? ഇപ്പം എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആ വലിയ ആഗ്രഹമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഹേ, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പോകും. സത്യത്തിൽ പൂർവ്വന് ഇങ്ങനെ സംഭവിച്ചതിൽ ബിയാനെ കൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ല, നല്ല സങ്കടത്തിലാണ്. എവിടെ ഹെഡേബിയ, സ്കാൻഡിനേവിൽ ഹെഡേവിയുടെ ഏളാരാണ് കാൾഫാണല്ലോ. ഇപ്പോൾ കാൾഫിൻ്റെ അടുത്തേക്ക് ഐനർ വന്ന് പറയും, നമ്മൾ വിട്ടുപോയി പരിഗണിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്, ഏതെങ്കിലും രീതിയിൽ അവൾ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ലഗാത്ത ഉറപ്പായും തിരിച്ചു വന്നിരിക്കും. നമ്മുടെ ഏറ്റവും മികച്ച പോരാളികളെല്ലാം ഇപ്പോൾ അവൾക്കൊപ്പമാണ്, യുദ്ധവെറിൽ നിൽക്കുകയായിരിക്കും. അവർക്കിപ്പോൾ കൊള്ള മുതലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ കൂറ് അവളോട് എന്തായാലും കാണിച്ചിരിക്കും. അപ്പോൾ കാൾഫ്, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? എനിക്കൊപ്പം ചേരാനായിട്ട് ഇവിടേക്ക് ഒരാളെ ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞു, ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരും, അധികം താമസിയാതെ തന്നെ അയാൾ എത്തും, ഉടനെ തന്നെ എത്തും എന്ന് പറയും.
എവിടെ ക്യാത്തകടൽ ഊബേ ഹിൻസങ്ക് ഞങ്ങളുടെ അമ്മ എവിടെ എന്ന് പറഞ്ഞ സിഗിയോട് ചോദിക്കും. അപ്പോൾ സിഗി ഹർബറിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഐവർ ഇങ്ങനെ കരഞ്ഞത്. അപ്പോൾ തന്നെ ഐവറിനെ എടുക്കാൻ വേണ്ടി സിഗി അങ്ങനെ എണീറ്റ് ഉള്ളിൽ പോയതോ അപ്പോൾ തന്നെ ഊബേ ഹിൻസങ്ക് അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഓടിപ്പോകും. പെട്ടെന്ന് സിഗി ഐവറിനെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നത് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോയതറിഞ്ഞതും സിഗിയുടെ മനസ്സൊക്കെ ഇപ്പോൾ എന്തോ ഒരു ഭയം പോലെ ഐവറിനെ അങ്ങനെ ഹെൽഗയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവരുടെ പിന്നാലെ അങ്ങനെ ഓടിപ്പോകും. ഊബേ ഹിൻസങ്ക് എന്ന് പറഞ്ഞ് കുറേ ദൂരം ഇങ്ങനെ പോകും. ഇവരിപ്പോൾ മഞ്ഞുമലകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ അവിടെ എത്തി. അവിടെ ഇങ്ങനെ പോയതും സിഗി ഊബേ ഹിൻസങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തി കത്തി വിളിക്കും. പക്ഷെ അവരിതെല്ലാം കേട്ടിട്ട് അങ്ങനെ നിൽക്കുന്നത് പോലില്ല. സിഗിയാണെങ്കിൽ ആ കൊടും മഞ്ഞത്ത് വെറും കാലോട് കൂടിയാണ് ഇവരുടെ പിന്നാലെ തന്നെ പോയിരിക്കുന്നത്. ഇപ്പോൾ സിഗി ഒരു കാലെടുത്ത് മെല്ലെ ആ മഞ്ഞ തടാകത്തിൽ ഇങ്ങനെ വെക്കും. ആ മഞ്ഞുകട്ടകളൊക്കെ ഇങ്ങനെ പൊട്ടുന്നത് പോലുണ്ട്. ഊബേനെയും ഹിൻസങ്ങിനെയും നിൽക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. അപ്പോൾ തന്നെ ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിന്നതും അപ്പോൾ തന്നെ ആ മഞ്ഞുകട്ടകളൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ രണ്ട് കുട്ടികളും ആ കൊടും തണുപ്പുള്ള വെള്ളത്തിൽ അങ്ങനെ മുങ്ങിപ്പോകും. അപ്പോൾ തന്നെ സിഗി ഓടിപ്പോയിട്ട് ആ മരണ തണുപ്പുള്ള വെള്ളത്തിൽ എടുത്ത് ചാടും ഇവർ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ട്. ഇപ്പം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോനെ മാത്രം ഇങ്ങനെ മുകളിൽ കൊണ്ടുവരും. അങ്ങനെ മുകളിൽ കൊണ്ടുവന്നതും സിഗിയുടെ ഇതിന് മുൻപ് രോഗം വന്ന് മരിച്ചുപോയ മോള് തൈരനെ ഇങ്ങനെ കാണാം. അപ്പോൾ തന്നെ ഇതെല്ലാം എൻ്റെ തോന്നലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മോനും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വെള്ളത്തിനുള്ളിൽ പോയി പിന്നെയും വേറൊരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെയും കൂടി ഇങ്ങനെ രക്ഷിച്ച് മുകളിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന് മുൻപ് താൻ കണ്ടത് തൻ്റെ മോള് തൈരിയല്ല, അത് ഹർബർഡാണെന്ന്. ഇപ്പോൾ എങ്ങനെയാണ് ഹർബർഡ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ് സിഗി ഇങ്ങനെ നെട്ടലോടുകൂടി ആലോചിക്കും. അതും ആ തണുത്തുറഞ്ഞ വെള്ളത്തിൽ തന്നെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നത് കാരണം കൊണ്ട് അവളുടെ ശരീരം മുഴുവനായിട്ട് ഇപ്പോൾ തണുത്ത് ഉറഞ്ഞുപോയി. സിഗിയെ കൊണ്ട് ഇപ്പോഴൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് അടുത്തുനിന്ന് കാണുന്ന ഹർബർഡിനാണെങ്കിൽ ഒന്ന് രക്ഷിക്കാമല്ലോ. അവനാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാതെ അങ്ങനെ നോക്കി നിൽക്കും. സിഗി ആണെങ്കിൽ ആ തണുത്തുറഞ്ഞ വെള്ളത്തിൽ അങ്ങനെ മുങ്ങി മരിക്കും. അതായത് നമ്മുടെ സിഗി മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ഊബേനെയും ഹിൻസങ്കിനെയും രക്ഷിക്കാനായി അവൾ അവളുടെ സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്തു. ഇനി മുതൽ നമ്മുടെ ഈ കഥയിൽ സിഗിയില്ല, അവൾ മരിച്ചുപോയി. സിഗി മരിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ കഥയിൽ അവളുമുണ്ട്. അതും മാത്രമല്ലാതെ അവൾ നല്ലവളാണ്. ഇവിടെ വെക്സസിൽ യുദ്ധത്തിൽ വിജയിച്ച് ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോക്കി മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കും. അപ്പോൾ റോളോ വന്ന് ഫ്ലോക്കി നീ മാത്രം എന്താണ് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പോൾ ഫ്ലോക്കി ഞാൻ ദൈവങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. അവർ ദേഷ്യത്തിലാണ് റോളോ. ദൈവമോ നിന്റെ സഹോദരനോ ഞാൻ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് ഭയക്കുന്നു. അപ്പോൾ റോളോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇവിടെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവിടെ കിങ് എഗ്ബത്ത് ലഗാത്തയോടും ആത്ലസിനോടും മേഴ്സിയിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും എവിടെ തന്നെ തങ്ങണം, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി. അതല്ലാതെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടോ? അപ്പം ലഗാത്ത ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ, വേണമെങ്കിൽ ആത്ലസ്റ്റൻ എവിടെ നിൽക്കട്ടെ. അപ്പം ആത്ലസ്റ്റൻ എനിക്ക് ഉറപ്പില്ല, റാഗ്നറുമായിട്ട് സംസാരിക്കണം എന്ന് പറയും. അപ്പം കിങ് എഗ്ബത്ത് റാഗ്നറോടും മാത്രമാണോ അതോ ജൂഡിറ്റിനോടും കൂടിയുണ്ടോ? എൻ്റെ മരുമോൾക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പം ഇതെല്ലാം റാഗ്നർ അടുത്തുതന്നെ നിന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ആത്ലസ്റ്റൻ ഒന്നും മിണ്ടാതെ റാഗ്നറിൻ്റെ അടുത്ത് പോകും. അപ്പം റാഗ്നർ അവർ നിന്നെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടോ? അതേ ഉണ്ട്. നീയും ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? അതേ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം റാഗ്നർ നമുക്ക് സന്തോഷം തരുന്ന എന്തും നമുക്ക് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പം അവിടെയുള്ള ലഗാത്തയുടെ ഭംഗിയിൽ കണ്ട് മയങ്ങിയിട്ട് നമ്മുടെ ലഗാത്തയെ പ്രിൻസസ് കൊന്തനത്ത് എങ്ങനെ ഉമ്മ വയ്ക്കും. ഇപ്പോൾ ജൂഡിറ്റ് ആത്ലസ്റ്റിനെ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളും റാഗ്നറിനോടൊപ്പം തിരിച്ചു പോവാണെന്ന് ഞാൻ കേട്ടു. അപ്പം ആത്ലസ്റ്റൻ നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വന്നിരിക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മാത്രമാണ് സ്വന്തം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ഉമ്മ വയ്ക്കും. ഇതൊക്കെ മാറി നിന്ന് ഫ്ലോക്കി ഇങ്ങനെ കാണും. ഇപ്പം ലഗാത്ത റോളോട് അടുത്ത് വരും. രണ്ടുപേരും കൂടെ പൂർവ്വന് സംഭവിച്ചതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ലഗാത്ത പറയും, റോളോ നീ ബിയാണിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം വന്ന് നിൽക്കുന്നത് നീയാണ്. നല്ല സുരക്ഷിതമായിട്ട് തന്നെയാണ് നീ അവനെ നോക്കുന്നത് എന്ന് എനിക്കറിയാം. നിനക്ക് സ്വന്തമായൊരു മകൻ ഉണ്ടെങ്കിൽ നീ അവനെ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ നീ ബിയാണിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ റോളോ ലഗാത്തയ്ക്ക് സ്വന്തമായിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിൽ അതെല്ലാം ഞാൻ സുരക്ഷിതമായിട്ട് തന്നെ നോക്കും എന്ന് പറഞ്ഞ് പറയും. ആത്ലസ്റ്റൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിങ് എഗ്ബത്ത് വന്ന് ചോദിക്കും, ആത്ലസ്റ്റൻ നിങ്ങൾ റാഗ്നർ ലോത്ബ്രോക്കിനൊപ്പം തിരിച്ചു പോകുന്നുണ്ടോ അതേ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ റാഗ്നർ ലോത്ബ്രോക്കിനൊപ്പം തിരിച്ചു പോകുന്നു. എൻ്റെ ഭാവി റാഗ്നറിനൊപ്പമാണ്. പക്ഷേ ഈ തീരുമാനമൊന്നും കിങ് എഗ്ബത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എവിടെ റോളോ ലഗാത്തയോട് ഏളിൻ്റെ അധികാര പദവി നീ ഉപേക്ഷിച്ചാണോ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഹേ അല്ല, അതിന് യോഗ്യനായ മറ്റൊരാളെ ഏൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കാൾഫ് അതിന് യോഗ്യനായ ഒരുത്തൻ തന്നെയാണ്, എൻ്റെ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ റോളോ എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല, ഓരോരുത്തർക്കും അവരുടെ ലക്ഷ്യങ്ങളുണ്ടാവും. ഹേ കാൾഫ് അതുപോലെയൊന്നും അല്ല എന്ന് പറയും. ഇവിടെ കാൾഫ് ഒരാളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരാൾ ഇങ്ങനെ വരും. കാൾഫ് ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ സ്വാഗതം ചെയ്യും. എർലൻഡർ കിങ് ഹോറിക്കിൻ്റെ പുത്ര എന്ന് പറഞ്ഞ്, അതെ അത് വേറെ ആരുമല്ല, കിങ് ഹോറിക്കിൻ്റെ മകൻ എർലൻഡറിനാണ്. നിങ്ങളുടെ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ എർലൻഡർ നിങ്ങളെന്നെ ക്ഷണിച്ചതിന് നന്ദി ഏൾ കാൾഫ്, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രങ്ങളാണല്ലോ.
അതെ, റാഗ്നറിൻ്റെ പരമ്പര മുഴുവൻ നമ്മുടെ ശത്രുവാണെന്ന് പറയും. പിന്നെ എൻ്റെ ഒപ്പം ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. റാഗ്നർ ബ്ലഡ് ഈഗിൾ ചെയ്ത് അതിക്രൂരമായിട്ട് ആൽബോഗിനെ കൊന്നു. പക്ഷേ അവർ അയാളുടെ ഭാര്യയെ മറന്നു. ഇപ്പോൾ അവരുടെ ഭാര്യ ഒരു മകന് ജന്മം നൽകിയിരിക്കുന്നു, ഒരു അമ്മയായി. പക്ഷേ ഇപ്പോൾ അവർ എൻ്റെ ഭാര്യയാണ്. ടോർവി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും. ടോർവി ഇങ്ങനെ ആൽബോഗിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ വരും. അതായത് ആൽബോഗിനെ കൊന്നത് കാരണം കൊണ്ട് ടോർവി വിധവയായി. ഇപ്പോൾ ടോർവിയെ എർലൻഡർ വിവാഹം ചെയ്തിരിക്കുകയാണ്. ഇവിടെ റാഗ്നർ കിങ് എഗ്ബത്തിനോട് മേഴ്സിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? കുന്തനത്തും അവരുടെ സഹോദരനും ആ രാജ്യം ഒരുമിച്ച് ഭരിക്കട്ടെ, അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? പക്ഷെ ഭരിക്കുന്നത് എന്തായാലും അവരായിരിക്കില്ല, നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം അവർക്ക് കിരീടം നേടിക്കൊടുത്തത് നിങ്ങളല്ലേ. എനിക്ക് ഏറ്റവും പ്രധാനം ആ രാജ്യത്തിൻ്റെ സ്ഥിരത വീണ്ടെടുക്കണം എന്നാണ്. മേഴ്സിയുടെ നിയന്ത്രണം വെക്സസ് ആയിരിക്കണം, അതല്ലേ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കും. ഇപ്പം പ്രിൻസസ് കുന്തനത്തും അവളുടെ സഹോദരനും ചേർന്ന് മേഴ്സിയെ ഭരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് അവളുടെ സഹോദരനെ കൊടുക്കും. അവളുടെ സഹോദരന് അപ്പം തന്നെ അത് കുടിച്ചതും. പക്ഷെ ആ മദ്യം കുന്തനത്ത് മാത്രം കുടിക്കില്ല, അവൾ അങ്ങനെ താഴെ ഒഴിച്ചു കളയും. ഇപ്പോഴാണ് അവളുടെ സഹോദരന് ഒരു കാര്യം മനസ്സിലാവുന്നത്, തൻ്റെ സ്വന്തം സഹോദരി തന്നെ മദ്യത്തിൽ വിഷമൊഴിച്ച് അവന് കൊടുത്തിരിക്കുകയാണെന്ന്. അപ്പം തന്നെ അവളുടെ സഹോദരൻ്റെ ശരീരത്തിൽ വിഷം കയറി ചോര ഛർദ്ദിച്ച് അവിടെ തന്നെ അങ്ങനെ മരിക്കും. ഇതിപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും കാണാം. ഇപ്പോൾ കുന്തനത്തെ പറയും, ഇനി മുതൽ മേഴ്സിയ രാജ്യത്തിൻ്റെ ഒരൊറ്റ ക്യൂൻ ഞാൻ തന്നെയാണെന്ന് പറയും. ഇപ്പം കിങ് എഗ്ബത്തും റാഗ്നറും ഇവളെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് റാഗ്നർ ഇത് മേഴ്സിയിലെ ക്യൂവിൻ്റെ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരുടെ കയ്യിലും ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ മദ്യം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ ആ മദ്യം കുടിച്ചിട്ടില്ല. ഇത് മേഴ്സിയിലെ ക്യൂവിൻ്റെ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ആ മദ്യം അങ്ങനെ താഴെ ഒഴിച്ച് കളഞ്ഞിട്ട് ആ ഗ്ലാസ് അങ്ങനെ എടുത്തിങ്ങനെ എറിയും. അതായത് ആർക്കറിയാം, ചിലപ്പോൾ ഇതിലിങ്ങനെ വിഷം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ്. ഇവിടെ കാത്തുകെട്ടിൽ ഹാളിൽ ഹർബർഡ് വന്ന് പറയും, എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മടുത്തു അല്ലേ? പേടിക്കണ്ട, ഞാനിനി നിങ്ങളുടെ മുന്നിൽ വരില്ല. എനിക്കിവിടെ അധികാലം നിൽക്കാനും പറ്റില്ല, ഞാൻ പോവുകയാണ്. ഐവറിന് നന്നായിരിക്കും, പക്ഷേ ഭാവിയിൽ അവൻ്റെ പഴയ വേദനകൾ അവൻ അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്ന് അവൻ്റെ വേദനകൾ കുറച്ച് അല്പം ഞാൻ കൊണ്ടുപോകുന്നു. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരി സിഗി, അവൾ സന്തോഷത്തിലാണ്. അവൾ വൽഹല്ലിൽ അവളുടെ കുടുംബത്തിനോടൊപ്പമാണ്. ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീറിനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ആസ്ലോഗ്, ശരിക്കും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ട് ഞാനൊരു സഞ്ചാരി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഹിൽഗ ഓടിപ്പോയി നോക്കും. അദ്ദേഹം ആ കൊടും മഞ്ഞത്ത് ഹർബർഡ് അങ്ങനെ നടന്നു പോകും. ആ മഞ്ഞിൻ്റെ ഇടയിൽ തന്നെ ഹർബർഡ് അങ്ങനെ കണ്ണിൽ കൂടെ കാണാതെ ആ മഞ്ഞിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ മറഞ്ഞു പോകും. ശരിക്കും ഹർബർഡ് ആരാണ്? അദ്ദേഹം ദൈവമാണോ അതോ അദ്ദേഹം ആരാണെന്ന് പറഞ്ഞ് ഹിൽഗയ്ക്ക് തന്നെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. അടുത്ത ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഒട്ടും വൈകാതെ തന്നെ ഒരു വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ മുഴുവൻ സൂചനയും നമുക്ക് തന്നു കഴിഞ്ഞു. അതെല്ലാം നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം. കുറച്ച് കാത്തിരിക്കൂ.